വെൽക്കം ബാക്ക് ടു ബ്ലൂ വാലി. നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ കാശ്മീരിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. കാശ്മീരിലെ കാഴ്ചകളാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ടീംവർക്ക് ടണൽ അഥവാ സോനാമാർഗ് ടണൽ എന്ന് പറയും. ഈ ടണലിലൂടെ പോകുമ്പോൾ തന്നെ നമ്മളെ മനസ്സും ശരീരമൊക്കെ ഒരു മറ്റൊരു ലോകത്തേക്കാണ് പോകുന്നത്. കാരണം അങ്ങനെയാണ് ഈ ടണലിനെ കുറിച്ച് വിശേഷിപ്പിക്കാവുന്നത്. ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തേക്ക് ഉണ്ട് ഈ ടണൽ. ഇത്രയും തന്നെ നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തുണ്ട്. നമ്മൾ ചുരുക്കിയായിരിക്കും കാണിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങളുള്ള ടണൽ കൂടിയാണ്. പല സെൻസറും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ടണലാണ്. കാരണം അതീവ സുരക്ഷാ മേഖല കൂടിയാണ് ഈ ടണൽ എന്ന് പറയുന്നത്. ഈ ടണലിലൂടെ നമ്മൾ പോയപ്പോൾ തന്നെ നമ്മളെ മുമ്പ് ഒരു ലോറി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അത്ര വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. ഈ കാണുന്ന വെട്ടമുണ്ടോ? ഈ കാണുന്ന വെട്ടം വെച്ചാൽ നമ്മള് തണൽ കഴിയാറാകുമ്പോൾ കുറേ നല്ല വെട്ടമായിരിക്കും, നല്ല വെളുത്ത വെട്ടമായിരിക്കും. കാരണം അങ്ങനെയാണ് ഈ ടണലിന്റെ ഒരു പ്രത്യേകത. ഈ വെളുത്ത വെട്ടം എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ താജ്മഹലിനകത്തേക്ക് കയറുമ്പോൾ നമുക്കൊരു വെളുത്ത പ്രകാശം വരില്ലേ, അതുപോലെയാണ് ഈ ടണലിന്റെ ഒരു പ്രത്യേകത. അതേപോലെ സിസ്റ്റമാണ് ഇത് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം ഈ ലോറി ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. എത്ര കാണിച്ചാലും അതിൻ്റെ അത് ഫീലിങ്സ് നമുക്ക് കിട്ടില്ല. എന്നാലും നമുക്ക് കണ്ട ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു വെളുത്ത പ്രകാശം, ഇത്രയും പ്രകാശം. ഈ പ്രകാശം കഴിഞ്ഞ് ചെല്ലുന്നത് മറ്റൊരു ലോകത്തേക്കാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ വെട്ടം എന്താണെന്ന്, ആ പ്രകാശം. ഈ പ്രകാശം കടന്നു ചെല്ലുന്ന മറ്റൊരു ലോകത്തേക്കാണ്. പച്ചപ്പിൽ നിന്നൊരു വെളുത്ത പ്രകാശത്തിലേക്കാണ് ചെല്ലുന്നത്. മൊത്തം മലകളും മഞ്ഞ് മലകളായി മൂടപ്പെട്ട ഒരു കാശ്മീരിന്റെ മറ്റൊരു ലോകം. ഇതാണ് സോനാമാർഗ്. കാശ്മീരിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് സോനാമാർഗ് എന്ന് പറയുന്നത്. കാശ്മീരിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞല്ലോ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഇവിടുത്തെ ആൾക്കാർ നമ്മളെ അങ്ങ് വളയും. അപ്പം നമ്മളെ വളയുന്നില്ല, എന്നാലും പറയുകയും എല്ലാവരും വളഞ്ഞിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുതിരപ്പുറത്തും കഴുതപ്പുറത്തും എത്തി നമ്മൾ സവാരി ചെയ്യും. ഒരാൾക്ക് 800 രൂപ വെച്ച് ആവുകയും ചെയ്യും. ഇത് കുറച്ച് ദൂരം വരെ ഉള്ളു എന്ന കാര്യം നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത്. അവർ പറയുന്നത് ഈ മഞ്ഞ് മലകളിലൊക്കെ കൊണ്ട് നടക്കാമെന്നായിരിക്കും പറയുന്നത്. അതായത് നമ്മളെ കൊണ്ട് ഇരുത്തി ഇവിടെ കുറച്ച് ഭാഗത്ത് ചെല്ലുമ്പോൾ തന്നെ അവരെ സ്വഭാവം അങ്ങ് മാറും. പിന്നെ അടുത്ത പൈസ മേടിച്ചുകൊണ്ടിരിക്കും. അപ്പം മാത്രമേ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ബോട്ടുണ്ട്. ഈ ബോട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ മഞ്ഞ് മലയിൽ കൂടി നടക്കാൻ പറ്റും. നമുക്കത് ഈ ബോട്ടില്ലാതായിരിക്കും പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവർ ഈ ബോട്ട് വേണമെന്ന് പറയും. ഈ ബോട്ട് അവർ ഇടിക്കുകയും ചെയ്യും. പക്ഷേ മറ്റൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ബോട്ടിന് 400 രൂപ 200 രൂപ നമ്മൾ അഡീഷണൽ മേടിക്കുകയും ചെയ്യും. ഒരു ബോട്ടിന് നമുക്ക് ഇവിടെയാണെങ്കിൽ 400 രൂപയാവുള്ളൂ, ഇവിടുത്തെ 300 രൂപയാവുള്ളൂ. പക്ഷേ നമുക്ക് അവിടെ വാടക എടുക്കാൻ കിട്ടുന്നത് 200 രൂപ ഒരു വാടക മേടിക്കുകയും ചെയ്യും. എന്നാൽ മാത്രമേ ഈ മലകളിൽ നമുക്ക് നടക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സാധാരണ എല്ലാവരും ഈ ബോട്ട് വാടക എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു പച്ചപ്പിൽ എല്ലാവരും അകപ്പെടുകയും ചെയ്യും. പിന്നെ ഈ കാണുന്ന പച്ചപ്പുണ്ട്, മരങ്ങൾ, ഇതൊരു വനവുമുണ്ട്. ഇവിടെ ഒരു സൈസ് ചെന്നായും കരടിയുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻ്റ് അടിക്കാനും പറ്റാത്തൊരു ഇടം കൂടിയാണ്. അതുപോലെ ഏത് സമയം എപ്പോഴും കാലാവസ്ഥ മാറി മറിഞ്ഞുകൊണ്ട് തന്നെ ടെൻ്റ് അടിക്കാനുള്ള ബുദ്ധിമുട്ടാണ് വരുന്നത്. പിന്നെ എപ്പോഴും -ഡിഗ്രിക്ക് താഴോട്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ ടെമ്പറേച്ചർ വരുന്നത്. ചൂട് താമസിക്കുന്ന നമുക്ക് ഈ തണുപ്പിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം ഇത്രയേറെ തണുപ്പാണ്. എപ്പോഴും -ഡിഗ്രിക്ക് താഴോട്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ. എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം -13 വരെ ഇവിടുത്തെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും, ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ കാണുന്ന മാൻകട്ട് ശാഖല ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലെ അവർ എക്സ്പീരിയൻസ് ചെയ്യും. ടൂറിൽ പോകുന്ന നമ്മളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ നമ്മളെ വീട് വന്ന് നോക്കാനൊന്നും ശ്രമിക്കാറില്ല. പലപ്പോഴും നമ്മളെ താടിക്കൂടെയൊക്കെ ആയിരിക്കും ഇവർ ടയർ കയറ്റി പോകുന്നത്. ഇത്രയേറെ സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബൈക്കിൽ പോകുന്നവരെല്ലാവരും വളരെ സൂക്ഷിച്ച് മാത്രമേ ഇതുവഴി വാഹനം ഓടിക്കാവൂ. അതുപോലെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കുഴിയാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഈ ഇടവശത്ത് ഓടിക്കാൻ പാടില്ല. ഇവർ നമ്മൾ ഇടിച്ചിട്ടില്ല, വേഗതയിലും പേടിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ ഓടിച്ചു പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഭൂപ്രകൃതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ ഭൂപ്രകൃതി. നമ്മളെ മനസ്സും ശരീരമൊക്കെ ഒന്നും മറ്റൊരു നേരത്തേക്ക് കൊണ്ടെത്തിക്കും. കാരണം അങ്ങനെയാണ് ഇവിടെ നമ്മൾ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഈ കാലാവസ്ഥയും ഭൂപ്രകൃതിയും മനോഹരമായ സുന്ദരമായൊരു സ്ഥലം കൂടിയാണിത് ഈ കാശ്മീർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലഡാക്കിലോട്ട് പോകുമ്പോൾ ഇതിനേക്കാൾ വിസ്മയകരമായ ഒരു ലോകമായിരിക്കും. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയൊക്കെ അതിമനോഹരനെ പറയാൻ പറ്റുള്ളൂ.
എത്ര വർണ്ണിച്ചാൽ നമുക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ എന്നറിയില്ല. കാരണം അത് ഇവിടുത്തെ ആ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഫീലിങ്സ് അറിയണമെങ്കിൽ അവിടെ ചെന്ന് തന്നെ കാണണം. ഈ ചെറിയൊരു വീഡിയോ ഇതിലേക്ക് മൊബൈലിൻ്റെ ആ സ്കെയിലിൽ ഇത്രമാത്രം ഇത് നിങ്ങളിലേക്ക് എത്തണം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ കൊച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഹൈ ആറ്റിറ്റ്യൂഡിലോട്ടാണ്. ഇവിടെ ഇപ്പോഴും മയത്ത് ഡിറ്റ് നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ നമ്മൾ ആദ്യം കാണുമ്പോൾ ഈ തണുപ്പും ഈ മഞ്ഞൊക്കെ കാണുമ്പോൾ നമുക്ക് തൊടാനൊക്കെ തോന്നും. തൊട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മളെ കൈയൊക്കെ ഫ്രീസ് ആകാൻ തുടങ്ങും. പിന്നെ നമ്മൾ തൊടാനേ ഇതിൽ പോകില്ല. അങ്ങനെയാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സോജില പാസിലോട്ടാണ് കേട്ടോ. ഈ ഒരു നമ്മളത് കയറി ചെല്ലുന്നതൊക്കെ സോജില പാസ് നമ്മൾ കഴിക്കാണ്. അത് കാശ്മീരിൻ്റെ തന്നെ ഒരു ഭാഗവും ഏറ്റവും കൂടുതൽ മഞ്ഞ് ഉള്ള സ്ഥലമാണ് ഈ സോജില പാസ്. പലപ്പോഴും ഈ സോജില പാസ് മഞ്ഞ് കൊണ്ട് മൂടി കിടക്കുകയായിരിക്കും നമ്മൾ പോകുന്ന റോഡുകൾ. പലപ്പോഴും അവർ ഒരു റിക്കവറി വാഹനം കൊണ്ട് നമുക്ക് മാറ്റിയതിന് ശേഷം മാത്രം നമ്മളെ തട്ടി വിടാറുണ്ട്. അതുപോലെ നമ്മൾക്ക് കുടുങ്ങി വെക്കുന്നതാണ് ഈ സോനാമാർഗം നടക്കുന്നത്. നമ്മൾ ഒരു ദിവസം കുടുങ്ങിയിട്ട് പെട്ടെന്നാണ് നമ്മളെ തുടങ്ങി വിട്ട് പോകുന്നത്. കുറച്ച് താഴെയുണ്ട്, കുറച്ച് താഴ്ത്തുണ്ട്. നമ്മൾ അങ്ങനെ പോകുന്നതാണ്. ഇത് കണ്ടോ ഈ മരത്തിനും കടകളെ കണ്ടില്ല. എങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിക്കാൻ? ഒരിക്കലും പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു മലയല്ല. നമ്മൾ ചെന്ന് തന്നെ കണ്ണ് മനസ്സിലാക്കാം. ഒരു നമുക്ക് മുമ്പേ പോകുന്ന വണ്ടികളാണ്. നമ്മളെ ചെറിയ ചേച്ചി കൊണ്ട് വയസ്സാകുമ്പോൾ നമ്മളിപ്പോഴും പുറകോട്ടായിരുന്നു യാത്ര. പിന്നെ പെട്രോൾ വണ്ടികൾ, ഈ പെട്രോൾ ടാങ്ക് ട്രക്കുകൾ ധാരാളം പോകുന്നുണ്ട്. അത് അടുത്ത റോട്ടേ കൂടെയും പോകുന്നുണ്ട്. ആ റോഡൊക്കെ ഏത് വഴിയാണ് ഇത് എന്തൊക്കെ ആയാലും നമ്മളിങ്ങനെ പോകുമ്പോഴല്ല ഇങ്ങനെ രാത്രി നമ്മളെ തണുപ്പ് വരെ ഒട്ടേറെ തണുപ്പാണ്. നമ്മളെ പറഞ്ഞ് വലിപ്പിച്ച് ഒരുപാടൊന്നും കൊടുത്തിരിക്കുന്നില്ല. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കി. നമ്മളത് കമൻറ്റ് നോക്കുന്ന പറ്റുന്നില്ല. കാരണം നിങ്ങൾ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി സ്ഥലം തുടങ്ങി. കാർഗിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രത്യേകിച്ച് പറയാതെ തന്നെ അറിയാലോ കാർഗിലിൻ്റെ പ്രത്യേകത.